ഹലോ ഗൈസ്, തോട് നിറഞ്ഞ് എന്താണ് മഴ ഇപ്പോൾ കുറച്ച് ദിവസമായി മഴയല്ലേ, അതാണ് തോടൊക്കെ നിറഞ്ഞു കേട്ടോ. ഇത് അധികം നിറഞ്ഞാൽ റോട്ടുമ്മക്ക് വെള്ളം എടുക്കും. നല്ല ഒഴുക്കുണ്ട്. ഇനി വെള്ളം ഒലിച്ചു പോയി ഒന്ന് ശുദ്ധിയാവാണ്ട്. ഒന്ന് മഴ തന്നെയാണല്ലോ, അതാണ് വെള്ളം തീരെ ഇതില്ലാത്തത്, എന്താ പറയുക, ക്ലിയർ ഇല്ലാത്തത്, കലക്കം വെള്ളമായിട്ട് നിൽക്കണേ. ഇന്നിപ്പം മഴ തോർന്നത് ഒരു ഉച്ചൻ്റെ ശേഷമാണ്. ഇപ്പോൾ വീണ്ടും മഴ ചാറ്റി തുടങ്ങി. മഴക്കാലമായാലും ഒരു കൂട്ടർ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുക. വെള്ളം ഉണ്ടായിട്ട് വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടുക. വേനൽക്കാലമായാലും ഒരു കൂട്ടർ വെള്ളം ഇല്ലാണ്ട് ബുദ്ധിമുട്ടുക. ഈ രണ്ട് ബുദ്ധിമുട്ട് ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട് എൻ്റെ അവിടെയുള്ളവർ. മഴക്കാലമായാലോ വെള്ളം മുറ്റത്തുനിന്നായിട്ട് നിന്ന് അത് മുറ്റത്തുനിന്ന് വെള്ളം പോവില്ല, എവിടേക്കും പോവില്ല. അങ്ങനെ മുറ്റത്തൊന്നായിട്ട് വെള്ളം നിൽക്കുക മഴക്കാലമായാലും. വേനൽക്കാലമായാലും കിണറ്റിൽ നല്ല ആഴമുള്ള കിണറാണ്. ഇതിൽ കല്ല് വെച്ച് വരെ പടുത്തുന്ന അടിയിൽ, എന്നിട്ടോ വെള്ളം തുള്ളില്ലാതെ പറ്റും. പിന്നെ തുള്ളില്ലാതെ പറ്റുമെന്ന് പറഞ്ഞാൽ കോരാൻ മാത്രം ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെള്ളം വറ്റും ചെയ്യും. വൈകുന്നേരമായി മഴ പെയ്യൽ തുടങ്ങി. എന്താ മഴയും തുടങ്ങി. മഴ പെയ്തിട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയതിന് പല്ലുവേദനയായിട്ട് ഇതാണ് സൗണ്ടൊക്കെ ഇതിനൊക്കെയുള്ളൊരു മാറ്റം. 2 ദിവസമായി ഞാൻ ഈ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാഞ്ഞെന്ന്. അതുകൊണ്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത്. പല്ലുവേദന കോട്ടത്തെ പല്ലുവേദനയാണ് മേലത്തെ. പക്ഷെ ആ പല്ല് സ്വന്തമല്ല വേദനിക്കുന്നത്. ചെവി വേദനയും പല്ലുവേദനയും ആ സൈഡിലത്തെ തല വേദനിക്കുക, 3 ഒരുമിച്ചാണ്. അപ്പോൾ ഈ പല്ലിൻ്റെ നരമ്പ്, കൂട്ടത്തെ പല്ലായതുകൊണ്ട് അതിൻ്റെ നരമ്പ് പോയിട്ടാണല്ലോ ചെവി വേദന പല്ലിലെ എല്ലാം ഒരുമിച്ചുള്ളത്. ഒരുമിച്ച് വേദനിക്കുന്നത്. അതാ ഡോക്ടർ പറഞ്ഞത് ആ പല്ലെടുത്ത് ഒഴിവാക്കണമല്ലോ. അതിൻ്റെ താഴെയുള്ള പല്ല് ആദ്യം വേദന വന്നിട്ട് ഒഴിവാക്കിനോ. അപ്പോൾ ഇത് സപ്പോർട്ടില്ലാണ്ട് നിൽക്കണോണ്ട് ഈ പല്ല് കുറച്ച് ഇറങ്ങിയിരിക്കണേ. പിന്നെ കുറച്ച് കേടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ പല്ല് എത്രയും പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കണതാണ് നല്ലതെന്നാണ് പറയണേ.